എല്ലാ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മക്കളൊന്ന് കരയുമ്പോ വേഗം നമ്മൾ ഇതൊരു പാക്കറ്റ് ജ്യൂസ് വാങ്ങിക്കൊടുക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ അവസ്ഥ കണ്ട സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സത്യം പറയാലോ, ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടപ്പോല്ലേ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ഒരു മിഷനറിയിലേക്ക് കൊണ്ടുവന്നത് പുഴുക്കളൊക്കെ അരിച്ച മാങ്ങാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ ചെയ്യാ? കാരണം ഞാനടക്കമുള്ള ആൾക്കാർ എന്റെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണതാ. മക്കൾക്ക് മാത്രമല്ല നമ്മളും കുടിക്കുന്നുണ്ട്. ആഫ്റ്റർ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. കാരണം ജ്യൂസ് 40 രൂപ ഒരു ബോട്ടിൽ 500 ml. ആഹാ, അന്തസ്, നല്ല ടേസ്റ്റ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന അവസ്ഥ അത് കാണുമ്പോ സത്യം പറയാലോ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ മാങ്ങ കേടായതുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വലിച്ചെറിയല്ല. അത് മൊത്തം കിൻഡൽ കണക്കിന് സാധനമാണ് ജ്യൂസായിട്ട് വരുന്നത്. എന്താ ടേസ്റ്റ് അല്ലേ? ആ പൊയ്ക്കളൊക്കെ ജ്യൂസ് ഇട്ട് ഇങ്ങനെ അരച്ച് കുപ്പിയിലേക്ക് വരുമ്പോ മക്കൾക്ക് മഞ്ഞപ്പിത്തം പോലത്തെ പല രോഗങ്ങളും ഉണ്ടാവാൻ വേറെ എവിടെ പോണോ? ഈ ബോട്ടിൽ വെള്ളം എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെ ഇത് പുറത്ത് കാണുമ്പോ ഈ കാണുന്ന പാക്കറ്റ് 2 മാസമായുള്ളൂ പാക്ക് ചെയ്തിട്ട്. 2 മാസം ഇനി ഡേറ്റ് ബാക്കിയാ. ഈ 2 മാസം കൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ മാങ്ങ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കളറിൽ തന്നെ നോക്കിയാ വെള്ളം എന്തൊക്കെ വാരി വലിച്ചിട്ടിട്ട് കെമിക്കൽ നിറച്ചിട്ട് ഇതാണ് മക്കൾക്ക് കൊടുക്കുന്നത്. മക്കള് കരയുമ്പോ നമ്മള് കരച്ച് മാറ്റാൻ വേണ്ടിട്ട് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കും. പക്ഷെ പിന്നെ വരുന്ന രോഗങ്ങള് മാറാ രോഗങ്ങളായിരിക്കും കേട്ടോ. എല്ലാവരും ഒരു പരമാവധി ഷെയർ ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ക്യാൻസറിനായിട്ട് ഹോസ്പിറ്റൽ വരെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ.